ഓക്കെ. അപ്പോൾ അടുത്തത്, വാട്ട് ആർ ദ 6 സീസ് ആൻഡ് 4 പീസ് ഓഫ് TQM? ഓക്കെ, 6C ഒന്നുമില്ല, സി വെച്ച് തുടങ്ങുന്ന ഒരു 6 കാര്യങ്ങളുണ്ട്. അതായത് TQM എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് നമ്മൾ പഠിച്ചു, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലേ. സോ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ, സക്സസ്ഫുൾ ആയിട്ട് TQM ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ 6 കാര്യങ്ങൾ ആവശ്യമാണ്. ഓക്കെ, എന്തൊക്കെ നോക്കണം, എന്തൊക്കെ ഉണ്ടെങ്കിലാണ്, എന്തൊക്കെ ഉറപ്പ് വരുത്തിയാലാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് TQM ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാം സ്റ്റാർട്ട് ചെയ്യണത് സി വെച്ചാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതെന്ന് പറയണതില്ലേ വളരെ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പിൾസ് പഠിച്ചില്ലടാ, ആ സെയിം തന്നെയാണ്. അതിൽ നിന്ന് ഒരു 6 എടുത്തേക്കണം എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ്, നമ്മൾ അതിൻ്റെ ലോജിക്കൊക്കെ പഠിച്ചു. പക്ഷേ ഇതിനെ ഒരു സ്റ്റൈലാക്കാൻ വേണ്ടി 6C എന്നങ്ങൾ വിളിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് കമ്മിറ്റ്മെൻറ്റ്. TQM സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് കമ്മിറ്റ്മെൻ്റ് ആണ്. ആരുടെ കമ്മിറ്റ്മെൻറ്റ്? അതായത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഓക്കെ, ടോപ്പ് മാനേജ്മെൻ്റ് അല്ല, ടോപ്പ് മാനേജ്മെൻ്റ് ഉണ്ട്, അതിൽ പറയാം ഞാൻ. TQM എന്ന് പറയണത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ എംപ്ലോയീസിൻ്റെയും കമ്മിറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അതിന് ബേസിക്കലി ടോപ്പ് മാനേജ്മെൻറ്റ് ആദ്യം വില്ലിങ് ആവണം. അതായത് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒരു കൾച്ചറായിട്ട് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അപ്പോൾ അപ്പോൾ ക്വാളിറ്റി കൾച്ചർ ആക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറയട്ടെ, സ്പീഡൊക്കെ ചിലപ്പോൾ കുറയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ബിക്കോസ് എല്ലാവരും ക്വാളിറ്റിയിലാണ് ഫോക്കസ് ചെയ്യണത്, അല്ലാണ്ട് ക്വാണ്ടിറ്റിയിലല്ല. ചിലപ്പോൾ വർക്കിൻ്റെ സ്പീഡൊക്കെ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. നമ്മൾ ക്വാളിറ്റിയാണ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് കമ്പനി എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ടോപ്പ് മാനേജ്മെൻറ്റ് ഷുഡ് ടേക്ക് ദാറ്റ് കമ്മിറ്റ്മെൻറ്റ്. എങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് TQM ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് സി, കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റ്മെൻറ്റ് ഫ്രം ഓൾ എംപ്ലോയീസ്. എല്ലാവരും ക്ലിയർ ആയിട്ട് കമ്മിറ്റ് ചെയ്യണം. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജോലിയുടെ നോർമൽ പാർട്ടാണ് എന്ന് എല്ലാവർക്കും ബോധ്യം ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് വൺ, കൾച്ചർ. ഈ TQM എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, ഒരു ക്വാളിറ്റി എന്ന് പറയണത്, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയണത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒരു കൾച്ചറായിട്ട് നമ്മൾ മാറ്റണം. അതായത് ഇതൊരു വൺ ടൈം സ്റ്റെപ്പോ അല്ലെങ്കിൽ നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റിൽ മാത്രം ഉണ്ടാവേണ്ട ഒരു സാധനമല്ല ക്വാളിറ്റി. എല്ലാ പ്രോസസ്സും നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെ ചെയ്യുവാണ് അതെല്ലാം ക്വാളിറ്റി ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കണം. സോ ക്വാളിറ്റി ഷുഡ് ബി മെയ്ഡ് ആസ് എ കൾച്ചർ ഫോർ സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റിംഗ് TQM. And next one, continuous improvement. The company should focus on continuous improvement. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ, TQM is not a പ്രോഗ്രാം, ഇറ്റ് ഈസ് എ പ്രോസസ്. ഇതൊരു പ്രോഗ്രാം, വൺ ടൈം പ്രോഗ്രാം അല്ല, ഇതൊരു പ്രോസസ്സാണ്. ലോങ് ടേം പ്രോസസ്സാണ്. അല്ലാണ്ട് ഇതൊരു വൺ ടൈം ഒരു ചെറിയ പീരീഡിലേക്കുള്ള പ്രോസസ്സ് പോലുമല്ല, ലോങ് ടേം പ്രോസസ്സാണ്. നമ്മളെപ്പോഴും ഓക്കെ ഇതെങ്ങനെ നന്നായിട്ട് ചെയ്യാം, അത് നന്നാക്കി കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് ഇതെങ്ങനെ നന്നാക്കി ചെയ്യാം. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ പ്രോസസ്സും കമ്പനിയിലുള്ള എല്ലാ ഫങ്ഷൻസും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ തേർഡ് സി ഈസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. നെക്സ്റ്റ്, കോഓപ്പറേഷൻ. TQM കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആ എല്ലാ ദർ ഷുഡ് ബി കോഓപ്പറേഷൻ ഫ്രം ഓൾ ദ എംപ്ലോയീസ്. ടോട്ടൽ എംപ്ലോയി ഇൻവോൾവ്മെൻ്റ് എന്നാണ് പറയണത്. എല്ലാവരും കോഓപ്പറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് TQM ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് പറയട്ടെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ TQM എസ് എ സിസ്റ്റം, ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് കോംപ്രഹെൻസീവ് സിസ്റ്റം ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓൾ ബിസിനസ് ഫങ്ഷൻസ്. അപ്പോൾ ഒരു ചെറിയ പാർട്ടല്ല, എല്ലാ ബിസിനസ് ഫങ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഞാനാണ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത്, ഞാൻ കോഓപ്പറേറ്റ് ചെയ്തില്ല, അപ്പോൾ എന്ത് പറ്റും, എൻ്റെ എക്സ്പെർട്ടൈസ് ഞാൻ ഷെയർ ചെയ്തില്ല. ഓക്കെ, ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണതാണ് ബെറ്റർ, അത് ഞാൻ ഷെയർ ചെയ്തില്ല. ഫൈനാൻസിലുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പോൾ എനിക്കായിരിക്കും അറിയാവുന്നത്, ഞാൻ അതോട് കോഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് സക്സസ്ഫുള്ളി TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി കോഓപ്പറേഷൻ ഫ്രം ഓൾ ദ എംപ്ലോയീസ്. ആൻഡ് ലാസ്റ്റ് അല്ല, ഫിഫ്ത്ത് വൺ, കസ്റ്റമർ ഫോക്കസ്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞില്ലേ, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് TQMൻ്റെ ഫോക്കസ് തന്നെ എന്താണ്, കസ്റ്റമർ ഫോക്കസ് ആണ്. ആൻഡ് ദ കസ്റ്റമർ ഫോക്കസ് തന്നെ ഇവിടെ ഇവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ ക്യാൻ ബി ഇൻറ്റേർണൽ കസ്റ്റമർ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ കസ്റ്റമർ. ഇൻറ്റേർണലിയും കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ
ഞാൻ എച്ച് ആർ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത് പുറത്തല്ല, കമ്പനിയുടെ പുറത്തല്ല. എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യണത് വേറെ എംപ്ലോയീസിനാണ്, മനസ്സിലായോ? അപ്പോൾ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എംപ്ലോയീസ് ആണ്. അപ്പോൾ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ഫോക്കസ് ഓൺ ദെയർ കസ്റ്റമേഴ്സ്. അപ്പോൾ ഒരു പ്രശ്നം എപ്പോഴും പറ്റാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ടി ക്യു എം ദ കമ്പനീസ് വിൽ ഫോക്കസ് ഓൺലി ഓൺ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ്. അങ്ങനെയല്ല, കസ്റ്റമർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്യാൻ ബി ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് ആസ് വെൽ. അതും കൂടി ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ടി ക്യു എം സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? സോ ദർ ഷുഡ് ബി കസ്റ്റമർ ഫോക്കസ്. ആൻഡ് ലാസ്റ്റ് വൺ, കൺട്രോൾ. കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ പഠിച്ച അതേ കാര്യമാണ്. ഡെസിഷൻ മേക്കിംഗ്, ഫാക്റ്റ് ബേസ്ഡ് ഡെസിഷൻ മേക്കിംഗ്. അതായത് എല്ലാ സാധനവും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവണം, അതിന് കറക്റ്റ് പ്രൊസീജിയർ ഉണ്ടാവണം, ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമാണ് ടി ക്യൂംസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? കൺട്രോൾ മെക്കാനിസംസ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോഴും ഇതിങ്ങനെ വെയിറ്റ് നോക്കണം, ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് നോക്കണം, ഇത് ഇത്ര ഇത്ര ഹീറ്റിലായിരിക്കണം ഈ ഐറ്റം ഹീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാത്തിൻ്റെയും പ്രോസസ്സും അത് അത് ഉറപ്പുവരുത്താനുള്ള കൺട്രോൾ സിസ്റ്റംസും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ടി ക്യു എം സക്സസ്ഫുൾ ആവുകയുള്ളൂ. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ വേറൊരു ഇതിലും കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ കൺട്രോൾ പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഷവർമ്മ, ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വേറെ ഏതോ വീഡിയോയിൽ. ഇപ്പോൾ ഷവർമ്മ എന്ന് പറഞ്ഞ സംഭവത്തിൽ മീറ്റ് കുറഞ്ഞു പോവാതിരിക്കണം. എന്നാലാണല്ലോ ഷവർമ്മ ക്വാളിറ്റി ആ കസ്റ്റമേഴ്സ് പറയുള്ളൂ, ഓക്കെ കറക്റ്റ് ക്വാളിറ്റിയാണ്. അപ്പോൾ അത് മീറ്റ് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കൺട്രോൾ സിസ്റ്റമാണ് ആ വേ ചെയ്യണ സാധനത്തിൽ. അവർ ഓരോ ഷവർമയും വേ ചെയ്താണ് കൊടുക്കുന്നത്, വെയിറ്റ് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. മീറ്റ് ഇടുമ്പോൾ തന്നെ വെയിറ്റ് നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ മീറ്റ് ഇടുന്നത്, വെയിങ് മെഷീനിൻ്റെ മുകളിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് വെയിറ്റ് ആയാൽ മാത്രമേ ഗ്രീൻ ആവുള്ളൂ, അത്ര നേരം അത് റെഡ് കളറായിരിക്കും ലൈറ്റ്. അപ്പോൾ ഭയങ്കര ഈസി അല്ലേ? അതൊരു കൺട്രോൾ സിസ്റ്റമാണ്. കാരണം വെയിറ്റ് കുറഞ്ഞു പോവില്ല എന്ന് അവർക്ക് ഉറപ്പുവരുത്താൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ കൺട്രോൾ സിസ്റ്റംസും പ്രൊസീജിയേഴ്സും അതിൻ്റെ ഡോക്യുമെൻസും എല്ലാം ഉണ്ടെങ്കിലാണ് ടി ക്യു എം സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദ 6 C's ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ടി ക്യു എം. ക്ലിയർ അല്ലേ? ശരി. ഇനിയില്ലേ, ടി ക്യു എം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇവർ വെറുതെ ഒരു ടേം പറഞ്ഞേക്കാണ്, ടോട്ടൽ ക്വാളിറ്റി പാരാലിസിസ് സംഭവിക്കും. അതായത് ടോട്ടൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതിന് വരെ നേരെ താഴത്തോട്ട് പോകും പ്രോപ്പറായിട്ട് ടി ക്യു എം ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുന്നില്ല, ക്വാളിറ്റി അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ ദർ ആർ ഫോർ പ്രിൻസിപ്പിൾസ്, 4 കാര്യങ്ങൾ നോക്കണം. അതിനെ അവർ 4 P's എന്നാണ് വിളിക്കുന്നത്. പി, അതായത് 4 കാര്യങ്ങൾ ഉറപ്പ് വരുത്തണം. ഈ 4 കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയാലേ ടി ക്യു എം സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദീസ് ആർ ദ 4 പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 4 P's എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നുവെച്ചാൽ ഒരു മിനിറ്റ്, എന്നുവെച്ചാൽ ടോട്ടൽ ക്വാളിറ്റി പാരാലിസിസ്, അതായത് അഡ്വേഴ്സ് ആയിട്ട് ക്വാളിറ്റി കുറഞ്ഞു പോകാതിരിക്കാൻ, ടോട്ടൽ ക്വാളിറ്റി പാരാലിസിസ് സംഭവിക്കാതിരിക്കാൻ ടി ക്യു എം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം? 4 P's. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആദ്യം കുറച്ച് പ്രിൻസിപ്പിൾസ് പഠിച്ചില്ലേ? ഇതും കണ്ടോ, ഇതും പ്രിൻസിപ്പിൾസ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടും വേറെ വേറെ ആൾക്കാർ ഡെവലപ്പ് ചെയ്തായിരിക്കും. അതായത് ഇത് ഒരാൾ ഞങ്ങൾ ആരെങ്കിലും ഡെവലപ്പ് ചെയ്തായിരിക്കും, 6 C's ആൻഡ് 4 P's. മറ്റേത് വേറെ ജനറലായിട്ട് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ടി ക്യു എം. അല്ലാണ്ട് ഇതെന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. കുറേ പോയിന്റ് അതിൽ നിന്ന് എടുത്തേക്കുവാണ്. ആ പ്രിൻസിപ്പിൾസിലുള്ളത് ഈ സെയിം പോയിന്റ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ എന്തിനാണ് ഇത് ഇങ്ങനെ പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരിക്കും, വാട്ട് ആർ ദ 6 C's ആൻഡ് 4 P's ഓഫ് ടി ക്യു എം. അപ്പോൾ ഇത് തന്നെ എഴുതണം, മനസ്സിലായ? പ്രിൻസിപ്പിൾസ് പക്ഷേ വലിയ കുഴപ്പമില്ല. പ്രിൻസിപ്പിൾസ് നമുക്ക് ഇത്തിരി, എന്നാലും പ്രിൻസിപ്പിൾസ് അത് തന്നെയാണ്, ആ 8 പ്രിൻസിപ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണോ അതനുസരിച്ച് ഈ ഹെഡിങ് കറക്റ്റായിട്ട് എഴുതണം. ഇത് കറക്റ്റായിട്ട് പഠിക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവത്തിനൊന്നും നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്താന്ന് നോക്കുക, അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, അത്ര ഉദ്ദേശിക്കണുള്ളത്. ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഭാഗം ഇത് കാണാതെ പഠിക്കലൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യണ്ട, പക്ഷേ ഈ ഹെഡിങ്സിൽ നല്ല ഫോക്കസ് വേണം, അത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് 4 P's? 4 P's എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, പീപ്പിൾ.
ടി ക്യു എമ്മിൻ്റെ ഒരു ടീം ഉണ്ടാവുമല്ലോ, ടി ക്യു എം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ടി ക്യു എമ്മിന് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ടീം ഉണ്ടാവും. ആ ടീം സെലക്ട് ചെയ്യണ സമയത്ത് നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യുക, അതായത് മടിയന്മാരെ ഒന്നും സെലക്ട് ചെയ്യാതിരിക്കുക. ഈ ജോബിന് പ്രോപ്പറായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഓരോ ആ ടീമിലോട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതായത് കമ്പനിയിൽ നിന്ന് തന്നെയുള്ള, ഇപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാളുണ്ടാവും, HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാളുണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ടി ക്യു എം ടീം. അതിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നോക്കി അതിന് പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിന് പറ്റാത്ത മീറ്റിങ്ങിനൊന്നും കയറാത്ത മടിയന്മാരെ സെലക്ട് ചെയ്താൽ ഇത് കുളമായി പോവും. അത്രേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ് ഈ പറയണത് പീപ്പിൾ. നെക്സ്റ്റ് വൺ പ്രോസസ്സ്. ഇത് നമ്മളിപ്പോൾ വീണ്ടും പറയുകയാണ്, പ്രോസസ്സ്. ടി ക്യു എം എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് സെൻട്രിക് അല്ല, പ്രോസസ് സെൻട്രിക് ആണ്. അതായത് നമ്മൾ പ്രൊഡക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ടി ക്യു എം സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല. പ്രോസസ്സ്, എല്ലാ സാധനത്തിനും, കമ്പനികളെ എല്ലാ സാധനത്തിനും പ്രോസസ്സുകൾ സെറ്റ് ചെയ്യണം. ആ പ്രോസസ്സ് സെറ്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് അത് മെഷർ ചെയ്ത് അതിൽ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ഡിഫക്ട്സ് ഒക്കെ വന്നാലോ, അതൊക്കെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം പ്രോസസ്സിലായിരിക്കണം ഫോക്കസ്. നെക്സ്റ്റ് പ്രോബ്ലം. സി, നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുമല്ലേ, അപ്പോൾ നമ്മൾ ഓരോ ഏരിയാസ് കണ്ടുപിടിക്കും. അത് നമ്മൾ ഇനി അടുത്തതിൽ പഠിക്കും കേട്ടോ. പ്രൈസ് എന്ന് പറഞ്ഞൊരു സ്ഥലം അതുണ്ട്, അത് പറയാം. അപ്പോൾ നമ്മൾ ഓരോ ഏരിയാസ് കണ്ടുപിടിക്കണം, എവിടെയാണ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഏത് ഏരിയയിലാണ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അത് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലംസ് ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ വേണം അപ്രോച്ച് ചെയ്യാൻ. എല്ലാവരും കൂടെ പല 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 സ്ഥലത്ത് പോയി പലതും ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ആ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യുക. എന്ത് പ്രോബ്ലമാണ് പ്രയോറിറ്റൈസ് ചെയ്യുക, ഏത് പ്രോബ്ലമാണ് ഫസ്റ്റ് ടാക്കിൾ ചെയ്യേണ്ടത്, ഏത് പ്രോബ്ലം സോൾവ് ചെയ്താലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോണത്, ഏത് പ്രോബ്ലം സോൾവ് ചെയ്താലാണ് എന്ന് നോക്കിയിട്ട് അതിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പ്രോബ്ലംസിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ പ്രോബ്ലത്തിൽ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക. എന്നിട്ടത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ആൾക്കാർക്ക് റെക്കഗ്നിഷൻ കൊടുക്കുക. ഓക്കെ, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനൊരു കാര്യം ശ്രീനാഥ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്രയും അവേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി, ഇത്രയും മാൻ അവേഴ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റി. മനസ്സിലായോ? അപ്പോൾ കമ്പനിക്ക് എക്കണോമിക് ഇമ്പാക്റ്റ് ഉള്ളൊരു കാര്യമല്ലേ. അപ്പോൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോബ്ലംസ് അങ്ങനെ വേണം സെലക്ട് ചെയ്യാൻ. എക്കണോമിക് ഇമ്പാക്റ്റ് ഉള്ള പ്രോബ്ലംസ് സെലക്ട് ചെയ്യുക, അത് ഇമീഡിയറ്റ് ഫീഡ്ബാക്ക് കൊടുക്കുക, അത് ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിന് റെക്കഗ്നിഷൻ കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് PS, പ്രിപ്പറേഷൻ. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പീപ്പിൾ, പ്രോസസ്, പ്രോബ്ലം ആൻഡ് പ്രിപ്പറേഷൻ. പ്രിപ്പറേഷനിൽ പറയണത് ട്രെയിനിങ് കൊടുക്കുക, എല്ലാ എംപ്ലോയീസിനും ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റീവ് തിങ്കിങ്ങിനൊക്കെ പറ്റുന്ന ട്രെയിനിങ് കൊടുക്കുക. അതായത് എൻ്റെ ജോലി ചെയ്യാൻ മാത്രമല്ല, എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ട്രെയിനിങ്സ് ഒക്കെ, അഡീഷണൽ ട്രെയിനിങ്സ് കൊടുക്കുക. എൻ്റെ ജോലിയുടെ ട്രെയിനിങ് മാത്രമല്ല, എന്നാലാണല്ലോ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്ത് ചെയ്യാൻ പറ്റും, അതിനൊക്കെ പറ്റും. അങ്ങനത്തെയൊക്കെ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ടി ക്യു എമ്മിനായിട്ട് ഈ ടീമിലുള്ളവർക്ക് മാത്രമല്ല ട്രെയിനിങ് കൊടുക്കുന്നത്, ലോവർ ലെവൽ മുതൽ ഡാറ്റ ഇൻപുട്ട് സ്റ്റേജിലിരിക്കുന്നവർക്ക് മുതൽ എല്ലാവർക്കും അവരുടെ ജോബ് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആക്കാൻ, ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള ട്രെയിനിങ് ഓരോരുത്തർക്കും കൊടുക്കുക. അതാണ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ദീസ് ആർ ദ 4 P's ഓഫ് TQM. Okay, share. Thank you.